ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ ബൾക്ക് മെസ്സേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ മറ്റൊരു ടൂൾസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അനേകായിരം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്നു പോകുന്നുണ്ടാവും. വലിയൊരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു എൻഡ് കസ്റ്റമർ ആയിരിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വന്നു പോകുന്ന ഒരാൾ. വീണ്ടും ഇവരുമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇത്തരം നമ്പറുകളിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പ്രകാരം മെസ്സേജ് വിടാനുള്ള അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലിലുള്ള നമ്മുടെ അടുത്ത് നമ്പറുകൾ നമ്മുടെ അടുത്തുണ്ടാവും. അവരൊരു പക്ഷെ നമ്മളെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇവരിലേക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ WA സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വാട്സപ്പ് ബ്ലോക്ക് വരാതെ ബാൻ ചെയ്യാതെ ഇതിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇതിൻ്റെ പ്രീമിയം വേർഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇതിൽ ഒരു മെസ്സേജിങ് ആപ്പ് മാത്രമല്ല ഇത്, അതിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പല ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാണ്. നമുക്കിവിടെ ഒരു എക്സൽ ഫയലിൽ നമ്മളടുത്ത് കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മെസ്സേജുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 മെസ്സേജുകളൊക്കെ നമുക്കിങ്ങനെ എൻ്റർ ചെയ്ത് വെച്ചിട്ട് അവരിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫയലുകൾ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. പോൾ ഓപ്ഷൻ ഉണ്ട്. അഡീഷണലായിട്ട് ബട്ടണുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് നമ്മളൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ബ്ലോക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു 10 മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 20 സെക്കൻഡ് നമുക്ക് ഒരു ഡിലേ വരുത്തിയതിന് ശേഷം അടുത്തൊരു മെസ്സേജ് വിട്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സെറ്റിങ്സ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ മെസ്സേജുകൾക്കിടയിലും ഇത്ര സമയത്തെ ഇത്ര സെക്കൻഡുകൾ ഗ്യാപ്പ് ഇടണം എന്ന് വിചാരിച്ചാൽ ഡിലേ വരുത്തിയാൽ നമുക്ക് ഈ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ സെറ്റിങ്സ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ വാട്സപ്പിൻ്റെ വെബ് കണക്ട് ചെയ്താൽ ഇതിൽ നിന്ന് മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഫീച്ചേഴ്സ്. രണ്ടാമത്തതിൽ ഗ്രൂപ്പുകൾക്കും ഇതേ രീതിയിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നടത്തുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്യുന്നതിന് പകരം ആ ഗ്രൂപ്പുകളൊക്കെ ഒരു എക്സലിൽ സെറ്റ് ചെയ്ത് നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ഏകദേശം ഒരു 10-14 ഫീച്ചേഴ്സുകളുണ്ട്. ഗ്രൂപ്പിലെ നമ്പേഴ്സുകൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെമോ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇതെടുക്കുന്ന ആളുകൾക്ക് നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. ഇവിടെ ഇതിലൊരു ഗൂഗിൾ മാപ്പിൽ നിന്ന് കോണ്ടാക്റ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ അത് മാത്രമേ എനിക്കൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. എനിക്കൊരു ഹാർഡ്വെയർ ഷോപ്പിൻ്റെ നമ്പേഴ്സുകളാണ് എനിക്ക് വേണ്ടത്. ഇതിൽ ഇതേ രീതിയിലുള്ള മറ്റു കീവേഡ്സുകൾ കൂടി നമുക്ക് ആഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് സെർച്ച് കൊടുക്കുക. ക്രോം ഓപ്പൺ ചെയ്ത് വരും. ഈ ക്രോം ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതിലൊരുപാട് ഹാർഡ്വെയറുകളുടെ ഷോപ്പിൻ്റെ പേരുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഇമെയിൽ ID യോ ഇമേജ് എനിക്ക് വേണ്ട. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടിക്കറ്റ് കൊടുത്താൽ അത് വരും. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് കോണ്ടാക്റ്റുകൾ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഓരോ ഷോപ്പുകളുടെയും നെയിം, അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂസ്, അതിൽ കോണ്ടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്റ്റ് നമ്പർ അടക്കം ഇതേ രീതിയിൽ നമുക്ക് ഗൂഗിളിൻ്റെ അതല്ലെങ്കിൽ മാപ്പിൽ നിന്ന് ഡാറ്റകൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു എക്സൽ ഫയലിലേക്ക് ഈ നമ്പേഴ്സുകൾ മാറ്റി ആ നമ്പറുകളിലേക്ക് നമുക്ക് നമ്മുടെ വാട്സപ്പ് ത്രൂ നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷന് ഇതിലുണ്ട്.
ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് എത്ര ഡാറ്റകളും ഇതേ രീതിയിൽ ഓരോ കീവേഡ്സുകൾ വെച്ചുകൊണ്ടും നമുക്ക് ഇതേ രീതിയിൽ കോൺടാക്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രൂപ്പ്, അതായത് ഒരുപാട് ഗ്രൂപ്പുകൾ, വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വാട്സപ്പിന് നമുക്കൊരു ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറേ നമ്പറുകളിൽ നിന്ന് വാട്സപ്പിൻ്റെ നമ്പറുകൾ, അതായത് ഇപ്പോൾ ഒരു ഡാറ്റ കിട്ടുമ്പോൾ അതിൽ വാട്സപ്പുള്ള നമ്പറുകൾ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളും ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകരിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ 2 സോഫ്റ്റ്വെയർ ഉണ്ട്. CRM സോഫ്റ്റ്വെയർ ഉണ്ട്. 2 ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 699 രൂപയും, 1 മാത്രം എടുക്കുകയാണെങ്കിൽ 499 ആണ് വരുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം.